സാറേ നമസ്കാരം. ഞാൻ പ്രകാശ് അരസു. ഞാൻ ഈ ഫസ്റ്റ് വീഡിയോ എന്താ കൺവേ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഡിസൈനെ പറ്റിയാണ് കൺവേ ചെയ്യുന്നത്. ഞാൻ ഒരു 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിസൈൻസ് ചെയ്തിട്ടുണ്ട്. സാറ് പറഞ്ഞ പോലെ തന്നെ ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വെച്ചുള്ള ഡിസൈനും വരുന്നുണ്ട്. അപ്പം ഓരോ ഡിസൈനകത്തും ഉള്ള അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഇത് വളരെ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ തന്നെ ഒന്ന് പറയുന്ന ഒരു 5 മിനിറ്റ് 10 മിനിറ്റിന് മേളിൽ പോകാത്ത രീതിയിൽ ഒരു വീഡിയോ ആയിട്ടാണ്. ഇതാണ് ഫസ്റ്റ് ഡിസൈൻ. ഈ ഫസ്റ്റ് ഡിസൈന് ഇപ്പം നിലവിൽ നമ്മുടെ കിച്ചൺ ഇരിക്കുന്ന പോലെ തന്നെ, അതായത് നമ്മൾ ആ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എന്നുള്ള കൺസെപ്റ്റൊക്കെ കൺസിഡർ ചെയ്യുന്നില്ല. ഇപ്പം നിലവിലിരിക്കുന്ന സ്ട്രക്ചറെല്ലാം ഡിമോളിഷ് ചെയ്തിട്ട് ഒരു യു ഷേപ്പിലുള്ള കിച്ചണ്, നമ്മുടെ ചിമ്മിനി നടുക്ക് വരുന്നു, സിങ്ക് ഈ ഭാഗത്തോട്ട് പോകുന്നു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡിസൈന്. ഫസ്റ്റ് ഇപ്പം യു ഷേപ്പിൽ ഉള്ള ഫസ്റ്റ് കിച്ചൻ്റെ ഡിസൈന്. ഈ കിച്ചണിനകത്ത് സിങ്കിൻ്റെ യൂണിറ്റ് ഇതിനകത്ത് വേസ്റ്റ് ബിന്നും ഇതൊക്കെ വരും. ഇത് നോർമൽ കോർണർ യൂണിറ്റ്, 2D പുള്ളോട്ട്, മേളത്തെ കട്ട്ലറി ട്രേ, താഴെ സ്റ്റോറേജ്, വീണ്ടും ഡ്രോയർ, വീണ്ടും ഇതേപോലെ തന്നെ സ്റ്റോറേജ്. ഇങ്ങനെ നമ്മൾ ഫ്ലോർ യൂണിറ്റ്സ്, പിന്നെ ഇവിടെ GTPT നമുക്ക് പാത്രങ്ങൾ കഴുകിയിട്ട് വെക്കാം. ഈ പ്രോഡക്റ്റിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വീണ്ടും വേറൊരു വീഡിയോയിൽ വിശദീകരിക്കുന്നതായിരിക്കും. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഡിസൈൻ, ഈ യു ഷേപ്പ് ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ. അപ്പം ഈ യു ഷേപ്പ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നെക്സ്റ്റ് ഡിസൈൻ ചെയ്തത് ഇതാണ്. നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന് ഒരു അഡ്വാൻറ്റേജ് എന്നാന്ന് പറഞ്ഞാൽ ഓൾറെഡി അവിടെ ഒരു ഭിത്തിയുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ബേസിക് ആയിട്ട് നമുക്ക് അലുമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്യാൻ പറ്റും. ഇത് ഞങ്ങൾ ചെയ്യുന്നത് അലുമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ബെത്തിൻ്റെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എന്നൊരു സംഭവമുണ്ട്. ഇവിടെ കസ്റ്റമറിന് അഡ്വാൻറ്റേജ് എന്നാന്ന് പറഞ്ഞാൽ അവിടെ ഓൾറെഡി ഒരു ഭിത്തിയുണ്ട്. ആ ഭിത്തി തന്നെ ഹാഫ് വോൾ ആക്കി കഴിഞ്ഞാൽ അതൊരു സ്ട്രക്ചറായി. അപ്പം അത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിലോട്ട് കൊണ്ടുപോകാൻ ആ ബേസ് കുറച്ചുകൂടി ലാഭമുണ്ട്. ആ രീതിയിൽ തന്നെ ആ ഭിത്തി നമ്മൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റെൻഡറിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു സോഫ്റ്റ്വെയർ അല്ല. ഈ സോഫ്റ്റ്വെയർ മെയിനായിട്ട് നമ്മൾ കസ്റ്റമറിന് ഇതെല്ലാം ഒരു മോഡ്യൂൾസ് ആയിട്ട് ചെയ്തു വരുന്നു. ഇങ്ങനെയെല്ലാം ഓരോന്നും ഇൻഡിപെൻഡൻറ്റ് മോഡ്യൂളാണ്. ഇതൊരു യൂണിറ്റാണ്. ഇങ്ങനെ എല്ലാം ഓരോന്നും ഓരോ ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റ്സ് ആണ്. ഇത് ഓരോന്ന് അടുപ്പിച്ച് വെക്കുന്നു. ഇത് ഫുള്ള് ഓരോന്ന് അടുത്ത് വെച്ചിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോൾട്ട് വെച്ച് ടാഗ് ചെയ്യുന്നു. ഈ കൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കാനും ഈ അവൈലബിൾ സ്പേസ് കണ്ടത് ഇത് ഓരോന്നും മെഷർമെൻറ്റാണ്. ഈ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യാനും വേണ്ടിയാണ് ഈ സോഫ്റ്റ്വെയർ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ കൺസെപ്റ്റ് സെല്ലിങ്ങും അതേപോലെ തന്നെ ഈ മെഷർമെൻറ്റ് ജഡ്ജ് ചെയ്യുക. പിന്നെ ഇതിനകത്ത് എല്ലാ പ്രോഡക്റ്റും അപ്ഡേറ്റഡ് ആവത്തില്ല. ചില പ്രോഡക്റ്റുകൾ, പുതിയ പ്രോഡക്റ്റുകൾക്ക് പകരം നമ്മൾ ആ മെഷർമെൻറ്റിലുള്ള സാധനം മാത്രമായിരിക്കും ഇടുന്നത്. അതിനനുസരിച്ച് ഈ പ്രൈസിങ് ജനറേറ്റ് ചെയ്യും. ഈ പ്രൈസിങ്ങിനകത്ത് ഒരു 90% കറക്റ്റ് ആയിരിക്കും. 90% ചില പുതിയ പ്രോഡക്റ്റ് വന്ന് ഇതിനകത്ത് ആഡായി കാണത്തില്ല. അപ്പോൾ അതിൻ്റെ പ്രൈസിങ് ഒക്കെ വേറെ ആയിരിക്കും. അപ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ മെഷർമെൻറ്റിലുള്ള മോഡ്യൂൾസും ആയിരിക്കും ഇതിനകത്ത് സെലക്ട് ചെയ്തിടുന്നത്. അപ്പോൾ അത് കാരണം തന്നെ കൊട്ടേഷൻ നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഒന്നും കൂടെ ഉണ്ടാക്കുമ്പോഴേ ആ ബഡ്ജറ്റ് കറക്റ്റായിട്ട് വരില്ല. എന്നാലും ഈ ബഡ്ജറ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഒരു 90% അക്യുറസി കാണും. ഇത് ആണ് ഈ പറഞ്ഞ രണ്ടാമത്തെ. ഇതിനകത്തും ഇതേപോലെ തന്നെ സിങ്ക് നമ്മൾ ഇവിടെ കൊണ്ടുവന്നു. കോർണർ യൂണിറ്റ്, 2D പുള്ളൗട്ട്, അത് പ്രോഡക്റ്റിൻ്റെ 2D പുള്ളൗട്ട്, എണ്ണ ഇതൊക്കെ വെക്കാവുന്നത്. അതേപോലെ തന്നെ ഹോബിൻ്റെ യൂണിറ്റ്, ഇൻലെറ്റും 2 ഡ്രോയറുള്ള യൂണിറ്റ്, പിന്നെ കുറച്ചും കൂടി സ്ലിമ്മായിട്ടുള്ള ഇതിനെല്ലാം ഡെപ്ത്ത്, ഈ യൂണിറ്റുകൾക്കെല്ലാം ഡെപ്ത്ത് 8, 6, 5 ഡെപ്ത്ത് 60 ആണെങ്കിൽ 13, 12, 40 സെൻറ്റിമീറ്ററേ കാണത്തുള്ളൂ ഡെപ്ത്ത്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇവിടെ ഇങ്ങനെ ഒരു യൂണിറ്റ്, ഇവിടെ ഫ്ലാപ്പ് ഡോർ യൂണിറ്റ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇവിടെ
CTPT യൂണിറ്റ്, ഇതൊരു ഡിസൈൻ. ഇനി ഈ രണ്ട് ഡിസൈനിനകത്തും റെഫ്രിജറേറ്റർ കസ്റ്റമറിന് റെഫ്രിജറേറ്റർ എന്നൊരു സാധനം എടുക്കണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് കിച്ചണിലോട്ട് പോകണം. ആ സെക്കൻഡ് കിച്ചണിൽ ഇരുന്ന് വേണം സാധനം എടുക്കാൻ. ഇവിടെ കുക്കിംഗ് ഉണ്ട്, തൊട്ട് ഒരു ലെഫ്റ്റ് സൈഡിൽ സിങ്ക് ഉണ്ട്. അത് കാരണം അധികം ദൂരം നടക്കേണ്ട കാര്യമില്ല. പെട്ടെന്ന് നമുക്ക് പാത്രങ്ങൾ കഴുകാനോ അല്ലെങ്കിൽ ഇതിനെല്ലാം എളുപ്പമാണ്. കൂടുതൽ സ്റ്റെപ്പ് വെക്കാതെ വളരെ ചെറിയ ഷോർട്ട് ഡിസ്റ്റൻസിൽ തന്നെ നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇത് കിട്ടുമോ, അല്ലെങ്കിൽ എല്ലാം ഒരു ഫീറ്റ് 2 ഫീറ്റിൻ്റെ അടുത്ത് തന്നെ കിട്ടുവാണെങ്കിൽ നമ്മൾ അധികം ടയേർഡ് ആകത്തില്ല, കുറച്ചുകൂടെ കംഫർട്ടായിരിക്കും കിച്ചണ്. അപ്പോൾ ആ കൺസെപ്റ്റിൽ നമുക്ക് സെക്കൻഡ് കിച്ചണും കൂടെ ഉള്ളത് കൊണ്ട് ഇതിനെ വേറൊരു രീതിയിലും കൂടെ ആക്കി ഇങ്ങനെ റെഫ്രിജറേറ്ററിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഈ ഭിത്തി ഇങ്ങനെ തന്നെ നിലനിർത്തുന്നു. ഇത് ഇവിടെ നോക്കുമ്പോൾ ഏകദേശം ഈ സ്റ്റൈലിലിരിക്കും. ഭിത്തി നിലനിർത്തി റെഫ്രിജറേറ്റർ. അപ്പോൾ ഇവിടെ റെഫ്രിജറേറ്റർ നമ്മൾ വെച്ചിരിക്കുന്നത് 60 സെൻറ്റിമീറ്റർ വീതിയുള്ള, സൈഡ് ബൈ സൈഡ് എന്ന് പറയുമ്പോൾ 90 ആവും. അപ്പോൾ സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്റർ ആണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടേക്ക് യൂണിറ്റ് ഈ യൂണിറ്റ് അപ്പോൾ വീണ്ടും കുറയ്ക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ നോർമൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന പോലത്തെ ഒരു റെഫ്രിജറേറ്ററാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഹാൻഡിൽ നമുക്ക് ഇവിടുന്ന് തന്നെയാണ് ഡോർ തുറക്കുന്നത്, അതായത് ഹിഞ്ചസ് വരുന്ന റൈറ്റ് സൈഡിൽ. സേവ് ചെയ്തോട്ടെ സാറേ. അപ്പം ഈ പ്ലംബിംഗ് പോയിന്റ്, അതേപോലെ തന്നെ നമുക്ക് അവിടെ നിലവിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സിവിൽ സ്ട്രക്ചർ ഡിമോളിഷ് ചെയ്തിട്ട് അതിൻ്റെ ബേസിൽ ചെറിയൊരു സ്റ്റെപ്പ് പോലെ ഉണ്ട്. അതെല്ലാം നമുക്ക് ഡിമോളിഷ് ചെയ്ത് പ്ലെയിൻ ഏരിയ ആയിട്ട് കിട്ടണം. അതാണ് ബെത്തിൻ്റെ പ്രോഡക്റ്റ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലെയിൻ റൂമായിട്ട് വേണം. വാട്ടർ ലെവൽ പറ്റുന്നത്രയും ടൈല് നമുക്ക് അല്ലെങ്കിൽ സിമെൻറ്റോ അല്ലെങ്കിൽ ഫിനിഷ് ചെയ്യുമ്പം കയറ്റം ഇറക്കമില്ലാതെ നല്ല രീതിയിൽ സർഫസ് കിട്ടുവാണെങ്കിൽ വാട്ടർ ലെവലിൽ ഒത്തിരി കിടന്ന് നമ്മൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നമുക്ക് ലെഗ് ഒരു 5 സെൻറ്റിമീറ്റർ വരെയൊക്കെ ഹൈറ്റ് കൂട്ടാം. പക്ഷെ 5 സെൻറ്റിമീറ്റർ അല്ല, ഒരു 1.5 സെൻറ്റിമീറ്റർ വരെയൊക്കെ നമുക്ക് ബുഷയിൽ വീണ്ടും വാട്ടർ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ ഈ ഹാൻഡിൽ ഇവിടെ കാണാൻ വേണ്ടിയാണ്. ഈ ഹാൻഡിൽ ഇവിടെ നിന്നാണ് വരുന്നത്. അപ്പം ഇവിടുന്ന് നമ്മൾ ഡോർ തുറക്കുന്നു, ഡ്രോയർ യൂണിറ്റ്, 2D പുള്ളോട്ട്. ഇവിടെ എന്നാ പറ്റുമെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ വൈഡ് വെർഷനിലാക്കിയാണ്. ഇതാണ് ചിമ്മിനി നമ്മൾ നടുക്കിരുന്ന് കുറച്ചിങ്ങോട്ട് മാറ്റി. എന്തുകൊണ്ടാണ് മാറ്റുന്നത് പറഞ്ഞാൽ ഇത് ഓരോന്നും ഇൻഡിപെൻഡൻറ്റ് മോഡ്യൂൾസാണ്. അപ്പം ഇതൊരു ഇൻഡിപെൻഡൻറ്റ് മോഡ്യൂളാണ്. ഈ മോഡ്യൂളിൻ്റെ വർക്ക് ടോപ്പ് ഇത് നമുക്ക് സൂം ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒരു മിനിറ്റ്. ഇതാണ് പുറകിൽ ഇങ്ങനെ ഒരു സ്റ്റിഫ്നേഴ്സ് ഉണ്ട്. അപ്പം ഈ സ്റ്റിഫ്നറുകളൊക്കെ കട്ട് ചെയ്യാതെ ആ ക്യാവിറ്റിക്കകത്ത് തന്നെ അല്ലെങ്കിൽ ആ ടെംപ്ലേറ്റിനകത്ത് തന്നെ നമ്മൾ മോഡ്യൂൾ കറക്റ്റായിട്ട് കൊണ്ടുവരുന്നു. അതിനാണ് അത് ആ ഏരിയയിലോട്ട് മാറ്റിയത്. അപ്പം റെഫ്രിജറേറ്റർ ഇവിടെ വന്നു, ഹോബ് വന്നു, സിങ്ക് വന്നു. ഇത് ഓരോന്നും അത്യാവശ്യം ഡിസ്റ്റൻസിൽ തന്നെ ഇരിക്കുന്ന കാരണം ഇവിടെ കഴുകിയാൽ വെള്ളം ഇങ്ങോട്ട് തെറിക്കത്തില്ല. ഇവിടെ പാചകം ചെയ്യുന്നതിൻ്റെ പുകയോ കാര്യങ്ങളോ ഒന്നും റെഫ്രിജറേറ്ററിൻ്റെ ബോഡിയിലോ കാര്യങ്ങളോ ബാധിക്കത്തില്ല. അതേപോലെ തന്നെ ഇത് ജനലിൻ്റെ ഇതായിട്ടിരിക്കുന്ന കാരണം ആ വായു സഞ്ചാരം ഒന്നും കൂടെ ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആയതുകൊണ്ട് നമുക്ക് വെള്ളമോ കാര്യങ്ങളോ ഒക്കെ ഈ പറഞ്ഞ പോലെ തന്നെ വളരെ അടുത്ത് വരുന്ന തന്നെ എടുക്കാൻ പറ്റും. അപ്പം ഇതാണ് ഈ ഫസ്റ്റ് കിച്ചണിനകത്ത് മൂന്നാമത്തെ ഡിസൈൻ. ഇനി ഞാൻ
സെക്കൻഡ് കിച്ചണിനകത്ത് ഇരുന്ന് റെഫ്രിജറേറ്റർ നമ്മളിവിടെ കൊണ്ടുവന്നു. സെക്കൻഡ് കിച്ചണിനകത്ത് ശരിക്കും നാടൻ അടുക്കളയുണ്ട്, അവിടെ ഒരു സിങ്ക് ഉണ്ട്, അവിടെ കുറച്ച് ക്യാബിനറ്റ്സ് ഉണ്ട്. അപ്പം ഈ നാടൻ അടുക്കള നമ്മൾ ഇത് സീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ സീലിങ്ങിൽ അത് ഡിമോളിഷ് ചെയ്തിട്ട് ആ ചിമിനിയുടെ ഭാഗം നമ്മൾ സീൽ ചെയ്യുന്നു എന്ന് പറയുന്നു. ഇവിടെ നമുക്ക് സ്റ്റോർ റൂം ഇല്ല. അപ്പം ഈ സ്റ്റോർ റൂമിന് പകരം ആണ് നമ്മൾ കൂടുതൽ ക്യാബിനറ്റ്സ് കൊണ്ടുവരുന്നത്. അപ്പം ഈ മോഡുലർ കിച്ചണിനെ സംബന്ധിച്ചോളം ഞങ്ങളുടെ എല്ലാം വലിപ്പമുള്ള ക്യാബിനറ്റ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും ഒരൊറ്റ ഒരെണ്ണത്തിൽ തന്നെ അകത്ത് വെക്കാൻ പറ്റും. അതായത് ഇപ്പം ഇതാണ് സെക്കൻഡ് കിച്ചൺ നമ്മൾ ചെയ്തത്. ഇവിടെ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതൊരു പാൻട്രി യൂണിറ്റ് അല്ലെങ്കിൽ ടോൾ യൂണിറ്റ് എന്ന് പറയാം. നമുക്ക് പല ടൈപ്പ് ഓഫ് ടോൾ യൂണിറ്റ്സ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതുപോലെ തുറന്നു കഴിയുമ്പം അകത്ത് പ്രൊഫൈൽസ് വരുന്ന ടൈപ്പ് ഉണ്ട്, ഇൻബിൽട്ട് ഓവന്, ഇൻബിൽട്ട് ഗ്രില്ലുള്ള ടൈപ്പ് ഉണ്ട്, യൂട്ടിലിറ്റി യൂണിറ്റ് എന്നും പറഞ്ഞ ടൈപ്പ് ഉണ്ട്. ഇവിടെ നമുക്ക് ഈ സ്ട്രക്ചർ നിലനിർത്തുന്ന കാരണം, അതായത് ഇതാണ് നമ്മുടെ ആ സ്ലാബ് ചിമിനി, ഇതിൻ്റെ മേളോട്ടാണ്. അപ്പം ഇവിടെ നിന്ന് താഴോട്ട് നമുക്ക് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 172 സെൻറ്റിമീറ്ററാണ് കിട്ടുന്നത്. നമ്മളിവിടെ രണ്ട് ടൈപ്പ് ഓഫ് നോർമൽ പാൻട്രി യൂണിറ്റ്. ഈ നോർമൽ പാൻട്രി യൂണിറ്റിൻ്റെ അകം തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ 4 ഷെൽഫ്, ഡെപ്ത് 60 സെൻറ്റിമീറ്റർ. അപ്പം നമുക്ക് ഗ്രോസറി ഐറ്റങ്ങൾ അതുമാതിരിയുള്ള സാധനങ്ങളെല്ലാം വളരെ സേഫായിട്ട് ഇതിനകത്ത് തന്നെ വെക്കാൻ പറ്റും. ഇതല്ലാതെ ഇവിടെ നമുക്ക് സിങ്കിൻ്റെ താഴെ വേസ്റ്റ് ബിന്നും ഡിറ്റർജൻ്റ് ഒക്കെ വരും, പക്ഷേ ഈ സോഫ്റ്റ്വെയറിനകത്ത് അത് കാണിക്കത്തില്ല. പിന്നെ ഇത് രണ്ട് സ്ലിം ആയിട്ടുള്ളത്, അത് 40 സെൻറ്റിമീറ്റർ ഡെപ്ത്, അതിൻ്റെ മേളിൽ 90 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള വോൾ യൂണിറ്റ്സ്. അപ്പം ഇവിടെ നമ്മൾ സെക്കൻഡ് കിച്ചണിനകത്ത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റോറേജ് ആണ്. അത് സ്റ്റോറേജ് നല്ല സ്പേഷ്യസ് ആയിരിക്കും. കാരണം ഇത് 1100 ഹൈറ്റ്, 1100. ഇപ്പം ഇത് 50 സെൻറ്റിമീറ്റർ ആണ്, 550 സെൻറ്റിമീറ്റർ ആണ്, 550 mm ആണ് ഒരെണ്ണത്തിൻ്റെ വീതി. ഇതിങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കും. ഇതിങ്ങനത്തെ 2 യൂണിറ്റ് ഇവിടെ വെച്ച് നമ്മൾ അതിൻ്റെ സ്റ്റോറേജ്, ഇതിന് 1500 കഴിഞ്ഞാൽ പിന്നെ 195 എടുത്തു കഴിഞ്ഞാൽ ഇതുണ്ട്, ഇവിടെ നമുക്ക് കൊള്ളും. അതുകൊണ്ടാണ് പിന്നെ 195 എടുക്കാത്തത്. വേണമെങ്കിൽ വേറൊരു കാര്യം ചെയ്യാൻ പറ്റും. ഈ ഫ്രണ്ടിലത്തെ സ്ലാബ് അകത്ത് വരെ കാണത്തില്ല, ഇത് ഫ്രണ്ട് വരെ കാണത്തുള്ളൂ, ഈ ഫ്രണ്ടിലോട്ട് മാത്രമല്ല. അതായത് ഈ സ്ലാബ് ശരിക്കും ഇതിൻ്റെ ഡെപ്ത് അങ്ങ് വരെ ഇല്ല. ഡെപ്ത് തോന്നുന്നു ഇതിൻ്റെ ഡെപ്ത് ഇവിടം വരെ വരത്തുള്ളൂ. ലോക്ക് ആയതുകൊണ്ടാണ്. 315, 600 ഇങ്ങനെ ആയിരിക്കും നിൽക്കുന്നത്. അത് ഈ ഡോറ് തുറക്കുമ്പം കൊള്ളുമോ എന്നുള്ളത് നോക്കണം. അങ്ങനെ നമുക്ക് അകത്ത് സ്പേസ് ഉണ്ടെങ്കിൽ കണ്ടോ, ഇത് ഡോറ് തുറന്നാൽ ഇത് പുറത്തോട്ട് ഇങ്ങനെ ഡോറ് വരും. അപ്പം ഇതിനകത്ത് നമുക്ക് ഈ ഡോറ് അത്രയും ഹൈറ്റ് പറ്റത്തില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് താഴോട്ടുള്ള മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ 150 സെൻറ്റിമീറ്റർ. അപ്പം 150 സെൻറ്റിമീറ്ററിൻ്റെ 2 യൂണിറ്റാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ആദ്യത്തെ കിച്ചണിനകത്ത് നമ്മൾ ഹോബ്, ചിമ്മിനി, ഹോബ്, സിങ്ക്, റെഫ്രിജറേറ്റർ, ഇത് മൂന്നും ഒരു ഏരിയക്കകത്ത് തന്നെ കൊണ്ടുവരാൻ നോക്കി. രണ്ടാമത്തെ ഇതിനകത്ത് നമ്മൾ കൂടുതൽ സ്റ്റോറേജിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. അപ്പം ഈ ഡിസൈൻ വെച്ച് ഞാനൊരു കൊട്ടേഷൻ അയച്ചു തരാം, 3 കൊട്ടേഷനായിട്ട് അയച്ചു തരാം. അപ്പം അത് ഒരു ബഡ്ജറ്റിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോഡക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വീഡിയോ അയച്ചു തരുന്നത്. കുറച്ച് ഓരോ യൂണിറ്റ് എന്താണ്, ഇത് ബെത്ത് എങ്ങനെയാണ്, ഇതിൻ്റെ
ബലം എങ്ങനെയാണ്, ഇത് തുരുമ്പടിക്കുകയോ ഇത് സൗണ്ട് വരുമോ, ഇതിൻ്റെ ലെഗ് എങ്ങനെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ആ വീഡിയോക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സാറേ.